أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1532 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 74 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യൻസറൂൻ لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون صدق الله العلي العظيم. സൂറത്ത് യാസീനിലെ 74 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളായ പല കാര്യങ്ങളും അതുപോലെ മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഗതികളൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ പ്രപഞ്ച സ്രഷ്ടാവിന്റെ ഏകത്വം ബോധ്യപ്പെടുത്തുന്ന ചില പരാമർശങ്ങളാണ് സൂറത്ത് യാസീനിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗത്ത് പ്രതിപാദിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായത്. അതിൽ അവസാനമായിട്ട് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത് മനുഷ്യരുടെ പ്രയോജനത്തിനായിട്ട് അള്ളാഹു അവർക്ക് കന്നുകാലികളെ സൃഷ്ടിച്ചു കൊടുത്ത കാര്യമാണ് പരാമർശിക്കപ്പെടുകയുണ്ടായത്. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമലത് ഐദീന അൻആമ. അവര് കാണുന്നില്ലേ അവർക്കായിട്ട് നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പലതിൽ നിന്നുമായി കന്നുകാലികളെ നാം സൃഷ്ടിച്ചു കൊടുത്തത്. ഫഹും ലഹ മാലിക്കൂൻ. എന്നിട്ട് ഇവരാണ് ആ കന്നുകാലികളുടെ ഉടമകൾ എന്ന നിലക്കാണ് അവരവയെ പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അവരുടെ നിലപാട്. അവരാണ് അതിന്റെ മാലിക്, അതിന്റെ ഉടമസ്ഥർ എന്ന നിലക്കാണ് അവർ പറയുന്നത്. അള്ളാഹു അവർക്കായിട്ട് സൃഷ്ടിച്ചു കൊടുത്തതാണ്. അള്ളാഹു അതിനു വേണ്ട സജ്ജീകരണങ്ങൾ പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ട് അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥ സജ്ജമാക്കിയിട്ട് ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കന്നുകാലികളെ അള്ളാഹു മനുഷ്യരുടെ പ്രയോജനത്തിനു വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തതാണ്. കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും പ്രകൃതം വിലയിരുത്തുമ്പോൾ അവ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും വളരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉദ്ദേശപൂർവമായിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു സൃഷ്ടിപ്പാണ് അത് എന്നത് ബോധ്യപ്പെടും. വൈൽഡ് ആനിമൽസിന്റെ പ്രകൃതം നമുക്കറിയാം. മനുഷ്യനൊരിക്കലും തന്നെ അവയെ ഡൊമസ്റ്റിക് ആനിമൽസിനെ പോലെ പ്രയോജനം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രകൃതമല്ല അവയ്ക്കുള്ളത്. അവയുടെ ഫങ്ഷനിങ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ മൃഗങ്ങളൊക്കെയും തന്നെ ഗർഭധാരണം ഉണ്ടാവുന്നു, അവർക്ക് പ്രസവിക്കുന്നു, അതിന്റെ സ്ഥലങ്ങളിൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്,
കുഞ്ഞുങ്ങളെ പാലൂട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും വൈൽഡ് ആനിമൽസിന്റെ പാല് മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല, അതിന് മാത്രം ക്വാണ്ടിറ്റിയും ഉണ്ടാവുന്നില്ല. അതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. പശുവിന്റെ അകിട്ടില് ഫോം ചെയ്തു വരുന്ന പാലിന്റെ അളവിലോ അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതലോ ഒന്നും പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ എന്നത് നമുക്ക് കാണാൻ കഴിയും. ആരാണ് അതങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്? അപ്പൊ വന്യമൃഗങ്ങളെ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ വളർത്തുമൃഗങ്ങളെ, കന്നുകാലികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ ദൈവികമായ കൃത്യമായ ആസൂത്രണമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. മനുഷ്യന്റെ ആവശ്യത്തിന്, മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടിയാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വദേശപരമായി സൃഷ്ടിച്ച സംഗതിയാണ്. എന്നാലും മനുഷ്യർ അതില് അള്ളാഹുവിന്റെ ആസൂത്രണത്തിനോ മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടി അള്ളാഹു നിർവഹിച്ച ഒരു സംഗതിയാണ് അതെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. അവരതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ അതിന്റെ ഉടമസ്ഥരാവാനുള്ള വ്യഗ്രതയിലാണ്. അള്ളാഹു അവയെ കീഴ്പ്പെടുത്തി കൊടുത്തു, മനുഷ്യന് ഇണക്കമുള്ളതും മെരുക്കമുള്ളതും ഒക്കെ ആക്കി കൊടുത്തു. വദല്ലൽനാഹ ലഹും, എന്നിട്ട് ഫമിൻഹ റകൂബുഹും വമിൻഹ യഅ്കുലൂൻ, ഈ മൃഗങ്ങളില് ചിലതിനെ അവര് വാഹനങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, വേറെ ചിലതിനെ അവര് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ ധാരാളം മനാഫിഉ വ മശാരിബു, ഇതില് അവർക്ക് വേറെയും ധാരാളം പ്രയോജനങ്ങളുണ്ട്. അതുപോലെ അവർക്കുള്ള പാനീയങ്ങളും ഈ കന്നുകാലികളിൽ നിന്നായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹു അതിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തതിൽ നിന്ന് അതിന് പകരമായും മനുഷ്യരിൽ നിന്ന് ആകെ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിനെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അള്ളാഹുവിനെ അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് അവനോട് കൃതജ്ഞത കാണിക്കുന്ന ഒരു നിലപാട് അവർക്കുണ്ടാവുക എന്നത് മാത്രമാണ്. പക്ഷെ മനുഷ്യര് അതിന് കൂട്ടാക്കുന്നില്ല എന്നതാണ് അവർ കാണിക്കുന്ന ധാർഷ്ട്യപരമായ, ധിക്കാരപരമായ നിലപാട്. ഇതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. ഇത് ഏറ്റവും മനുഷ്യന്റെ കൃതജ്ഞതയും അതുപോലെ മനുഷ്യന്റെ വിധേയത്വവും ഒക്കെ ഏറ്റവും അർഹിക്കുന്നവനായ അള്ളാഹുവിന്റെ കാര്യത്തിൽ അവർ അത് നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ, തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലെ ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. മനുഷ്യൻ യഥാർത്ഥത്തില് ഈ കന്നുകാലികളെയൊക്കെ സൃഷ്ടിച്ച് മനുഷ്യന് പ്രയോജനകരമായ വിധത്തിൽ അവയെ സംവിധാനിച്ച് അതില് ധാരാളം പ്രയോജനങ്ങളും മനുഷ്യന് ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ അള്ളാഹു ചെയ്തതാണ്. ശരിക്കും മനുഷ്യൻ അതിന്റെ മാത്രം പേരിൽ അള്ളാഹുവിനോട് ഒട്ടേറെ കടപ്പാട് കാണിക്കേണ്ടതുണ്ട്. പക്ഷെ അത് അവര് ചെയ്യുന്നില്ല. അവർ അള്ളാഹുവിനോട് കൃതജ്ഞതയാണ് കാണിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ അവരുടെ വേറൊരു നിലപാട് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തുടർന്നുള്ള ആയത്തിൽ വ്യക്തമാക്കപ്പെടുന്നത്. നോക്ക്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അള്ളാഹു പറയുകയാണ് ഇവിടെ. അള്ളാഹുവാണ് അവർക്ക് ഈ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തത് എങ്കിലും അവര് അള്ളാഹുവിന് വിധേയപ്പെടുന്നതിനും അവനോട് കൃതജ്ഞത കാണിക്കുന്നതിനും സന്നദ്ധരാവാതെ അതിന് അവര് ഒരുക്കമില്ലായ്ക കാണിച്ചുകൊണ്ട് അവർ പകരം ചെയ്യുന്നത് എന്താണ്? വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അള്ളാഹു അല്ലാത്തവരെ അവർ ആലിഹത്തായിട്ട് സ്വീകരിക്കുന്നു, ആരാധ്യന്മാരായിട്ട് സ്വീകരിക്കുന്നു. ഇതില് മനുഷ്യൻ കാണിക്കുന്ന വളരെ ധിക്കാരപരമായ അല്ലെങ്കിൽ ചിന്താശൂന്യമായ ഒരു നിലപാട് വളരെ വ്യക്തമാണ്. ഇതാണ് അള്ളാഹുവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം. ഏറ്റവും അർഹനായ റബ്ബുൽ ആലമീന് വിധേയപ്പെടുന്നതിനും അവനോട് കൃതജ്ഞത കാണിക്കുന്നതിനും മനുഷ്യന് ഒരിക്കലും ഒരുക്കുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, ഉൾക്കൊള്ളാത്ത ആളുകളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. അവര് അതിനൊരുക്കം കാണിക്കുന്നില്ല. എന്നാലോ ഒരു അർഹതയും ഇല്ലാത്ത
ഈ സംഗതികളിലൊന്നും ഒരു പങ്കുമില്ലാത്ത പലതിനെയും ആലിഹത്തായിട്ട് സ്വീകരിക്കുന്നതിന് അവർക്ക് യാതൊരു വിഷമവുമില്ല, ഒരു മടിയുമില്ല. അവരത് നിർലജ്ജം ചെയ്യുന്നു. ഒരർഹതയില്ലാത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലോ മനുഷ്യന് പ്രയോജനകരമായ കന്നുകാലികൾ പോലെയുള്ള സംഗതികളെ രൂപകൽപ്പന ചെയ്യുന്നതിലോ അവയൊക്കെ ഇവർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച് പാകപ്പെടുത്തി ഒരുക്കി അവർക്ക് വിധേയപ്പെടുത്തി കൊടുത്തതിലോ ഒന്നും ഒരു പങ്കുമില്ലാത്ത ആളുകളെയോ ശക്തികളെയോ അല്ലെങ്കിൽ ആശയങ്ങളെയോ ആലിഹത്തായിട്ട് സ്വീകരിക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയുമില്ല. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അള്ളാഹു അല്ലാത്ത പലതിനെയും അവര് ആലിഹത്തായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് മുകളിലെ നമ്മള് കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളോട് ചേർത്ത് വായിക്കേണ്ട ഒരായത്താണത്. അവിടെ അവർ അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കാനുള്ള സന്നദ്ധതയില്ലായ്കയാണ് പ്രകടിപ്പിക്കുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്ന, എന്നാൽ അനർഹരായ പലരെയും ആലിഹത്തായിട്ട് സ്വീകരിക്കുന്നതിനോ അതിനിവർക്ക് യാതൊരു തടസ്സവുമില്ല. അവരതിന്റെ ആളുകളായിട്ട് അവരുടെ ആരാധകരായിട്ട് അങ്ങനെ രംഗത്ത് വരികയാണ്. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ. എന്തിനാണ് അവര് മറ്റു പലതിനെയും ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്? അതിനുള്ള ന്യായവും അള്ളാഹു കൂടെ പറയുന്നുണ്ട്. ലഅല്ലഹും യുൻസറൂൻ, അവർക്ക് സഹായം കിട്ടും എന്നതാണ് അവരുടെ പ്രതീക്ഷ. സഹായം കിട്ടും, ഈ ആലിഹത്തുകൾ അവരെ സഹായിക്കും, അവർക്ക് വേണ്ട പിന്തുണ നൽകും, അവർക്ക് ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കും എന്ന പ്രതീക്ഷയിലും കണക്കുകൂട്ടലിലും ആണ് അവർ ഈ ആലിഹത്തുകളെ സ്വീകരിക്കുന്നത്, ആലിഹത്തുകളെ ആരാധ്യരായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോ ഈ നടപടി ചെയ്യുന്ന ആളുകൾ ലോകത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എല്ലാ നാടുകളിലും എല്ലാ സംസ്കാരങ്ങളിലുമായിട്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധ്യന്മാരായി സ്വീകരിക്കുന്ന ധാരാളം വിഭാഗങ്ങളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. അതൊരു യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിലുടനീളം അത് ഉണ്ടായിട്ടുണ്ട്, ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ത്യനാൾ വരെയും ആ ഒരു പ്രവണത മനുഷ്യർക്കിടയിൽ നിലനിൽക്കാനാണ് സാധ്യത. അപ്പോ ഇതൊരു വസ്തുതയാണ്. ഇവരുടെ പ്രതീക്ഷ എന്താണ്? ലഅല്ലഹും യുൻസറൂൻ, അവര് സഹായിക്കപ്പെടും എന്നതാണ്. ഈ പ്രതീക്ഷയിലാണ് അവര് അള്ളാഹു അല്ലാത്തവരെ ആലിഹത്തായിട്ട് സ്വീകരിക്കുന്നത്. ഈ കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്ന വസ്തുത എന്താണ്? ഈ ആരാധ്യരുടെ കാര്യത്തില് ലാ യസ്തതിഊന നസ്റഹു, അവരുടെ ഈ ആലിഹത്തുകൾക്ക് ഒരിക്കലും തന്നെ ഈ ആരാധകന്മാരെ സഹായിക്കാൻ കഴിയില്ല. ഈ ആളുകള് ചിലരെയൊക്കെ അള്ളാഹുവിന് പുറമെ ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ആലിഹത്തുകളായിട്ട് അവര് സ്വീകരിച്ചിരിക്കുന്ന കൂട്ടർക്ക് ഇവരെ സഹായിക്കാൻ പറ്റുമോ? യാതൊരു നിലക്കും അവര് ഒരു വിധ സഹായവും ചെയ്യാൻ കഴിയുന്നവരല്ല. ലാ യസ്തതിഊന നസ്റഹും, അവർക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കുകയില്ല. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, മാത്രമല്ല അതിനേക്കാൾ അപഹാസ്യമായ ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്താണത്? ഈ ആളുകളുണ്ടല്ലോ, ഈ ആരാധകന്മാർ, അള്ളാഹു അല്ലാത്തവരെ ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ, അവര് ഈ ആളുകളുടെ ഈ ആരാധ്യന്മാരുടെ ആലിഹത്തുകളുടെ ദാസ്യവേലയിലാണുള്ളത്. അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുന്ന, അവർക്ക് സന്നദ്ധ ഭടന്മാരായിട്ട് രംഗത്തുള്ള ഒരവസ്ഥയാണ് അവർക്കുള്ളത്. ഉദാഹരണത്തിന് ഒരു വിഗ്രഹമാണ് അവരുടെ ഇലാഹായിട്ട് അവർ പരിഗണിക്കുന്നതെങ്കിൽ ആ വിഗ്രഹം എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് വിഗ്രഹം സ്വയം വന്ന് അവിടെ വന്ന് നിൽക്കുകയല്ല. അവരുടെ ഈ ആരാധകന്മാര് അവരെ എടുത്തുകൊണ്ടുവന്ന് ഒരിടത്ത് സ്ഥാപിക്കണം. ഇനി അതിന്റെ മേല് പൊടി പറ്റുന്നുണ്ടെങ്കിൽ ആ പൊടി തട്ടി നീക്കണമെങ്കിൽ ഈ ആരാധകന്മാര് വന്ന് അത് തട്ടി തുടച്ച് വൃത്തിയാക്കണം. അതിന് സ്വർണം പൂശണം എന്നുണ്ടെങ്കിൽ ആരാധകന്മാര് വന്ന് അത് ചെയ്യണം. ഇനി സ്വർണം ആരെങ്കിലും അതിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിലോ ഈ വിഗ്രഹങ്ങൾക്ക് അത് തടയാൻ കഴിയോ? അതൊന്നുമില്ല. അതൊക്കെ സംരക്ഷണം ആര് ഉറപ്പുവരുത്തണം? ഈ ആരാധകന്മാര് ഉറപ്പുവരുത്തണം. അപ്പൊ ഈ ആരാധകന്മാരുടെ യഥാർത്ഥത്തിലുള്ള റോൾ എന്താണ്? ഇത് അവര് ജുന്ദും മുഹ്ളറൂൻ എന്നാണ് അള്ളാഹുവിടെ അവരെ പരാമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ സന്നദ്ധ ഭടന്മാരായിട്ട് സന്നദ്ധ സേവനത്തിന്
അങ്ങനെ അവരൊരുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് അവരുടെ കാര്യത്തിലുള്ളത്. വല്ല സഹായവും ഈ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ആലിഹത്തുകൾക്ക് ഈ ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും? യാതൊരു സഹായവും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നതുമാണ് അള്ളാഹുവോട് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കിപ്പോ വലിയ വിവാദമായി കത്തി നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ശബരിമലയിലെ സ്വർണ പാളികളോ അവിടുത്തെ വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അവിടുത്തെ ശ്രീകോവിലിന്റെ കതകിനെ പ്ലേറ്റ് ചെയ്ത വിധത്തിലൊക്കെയുള്ള സ്വർണപ്പാളികള് ആരൊക്കെയോ അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. അത് മനുഷ്യര് യഥാർത്ഥത്തില് ആളുകൾ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് സംജാതമാവേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് അവിടുന്ന് മോഷ്ടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ആള്, അയാളിപ്പോ അറസ്റ്റ് പോലീസ് കസ്റ്റഡിയിലൊക്കെ ആണല്ലോ ഉള്ളത്. അപ്പൊ ഈ വ്യക്തി ആണല്ലോ ഇതിന്റെ മുഖ്യ സേവകനായിട്ട് രംഗത്തുള്ളത്. അയാൾക്ക് പോലും ഈ വിഗ്രഹത്തിലോ വിഗ്രഹങ്ങളുടെ ശക്തിയിലോ ഒന്നും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല എന്നതാണല്ലോ അത് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവര് മനസ്സറിഞ്ഞ് ആരാധിക്കുന്ന വിഗ്രഹത്തിന്റെ മേൽ നിന്ന് അല്ലെങ്കിൽ അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ സ്വർണത്തിന്റെ പാളികളോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്, അത് എടുത്തു കൊണ്ടുപോകാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തില് ഇവർക്കൊക്കെയും അറിയാം ഇത് യാതൊരു നിലക്കും സഹായിക്കാൻ കഴിയാത്ത, ഒന്നിനും ഒരു ശേഷിയില്ലാത്ത വെറും വിഗ്രഹങ്ങൾ മാത്രമാണ് എന്ന കാര്യം അവർക്കറിയാം. പക്ഷെ അവരത് ഒരു മറയായിട്ട് കൊണ്ട് നടക്കുകയാണ്. സമൂഹത്തിൽ എപ്പോഴും ഒരു തിന്മയിൽ അധിഷ്ഠിതമായ, ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനത്തെ താങ്ങി നിർത്തണമെങ്കിൽ അങ്ങനെ വിഗ്രഹമായിട്ട് ആരാധിക്കപ്പെടുന്ന ചിലതൊക്കെ വേണം. അവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു സമൂഹത്തെ വിഡ്ഢികളാക്കാനും ആ സമൂഹത്തെ ചൂഷണം ചെയ്യാനും ഒക്കെ ഒരു അതിന് തുനിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് സാധിക്കുക. അത് പഴയ കാലത്തും അങ്ങനെ തന്നെയാണ്. ഫിറൗനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി മൂസ അലൈഹിസ്ലാമും അതുപോലെ ഹാറൂൻ അലൈഹിസ്ലാമും ചെന്ന ഘട്ടത്തില് അവരുടെ സംസാരത്തിനിടക്ക് ജനങ്ങള് ഫിറൗനോട് ചോദിക്കുന്നത്, നീ മൂസായെയും ഹാറൂനെയും അങ്ങനെ വിട്ടിരിക്കുകയാണോ? നിന്റെ ദൈവങ്ങളെ വില കുറച്ച് കാണുന്നതിനും അവരെ ദ്രോഹിക്കുന്നതിനൊക്കെ വേണ്ടി എന്ന വിധത്തിൽ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോ ഫിറൗനും ചില ദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരെ ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്നത് എന്നതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന. ചില വിഗ്രഹങ്ങളെ, ചില ദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം ചൂഷണ സംവിധാനങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുക. എന്നാൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ബുദ്ധിപരമായ, ദൈക്ഷണികമായ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രപഞ്ചങ്ങളുടെ സ്രഷ്ടാവിനെ തിരിച്ചറിയാനാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഇസ്ലാം ആവശ്യപ്പെടുന്ന കാര്യം അതാണ് എന്നതാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം. ലാ യസ്തതിഊന നസ്റഹും, ഈ ആലിഹത്തുകൾക്ക് ഇവരെ സഹായിക്കാൻ കഴിയില്ല. എന്നാലോ വഹും ലഹും ജുന്ദുൻ മുഹ്ളറൂൻ, ഈ ആരാധ്യന്മാരായി അവർ കൊണ്ടു നടക്കുന്ന ആലിഹത്തുകളുടെ സന്നദ്ധ ഭടന്മാരായിട്ട് അങ്ങനെ എപ്പോഴും സജ്ജായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ചിത്രം. അപ്പോ ഒരു വിഗ്രഹത്തിന്റെ മുകളിൽ വല്ല മാലിന്യം വന്ന് വീണാൽ അത് അതിന്റെ മുഖത്തുനിന്ന് തട്ടി നീക്കാൻ ആ വിഗ്രഹത്തിന് സാധിക്കുമോ? ഇല്ല. അത് ഈ ആരാധകന് വന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഒരു ഈച്ച വന്ന് അതിന്റെ മൂക്കും തുമ്പിൽ നിന്നാല് അത് ആ ഈച്ചയെ ആട്ടി ഓടിക്കാൻ വിഗ്രഹത്തിന് സാധിക്കില്ല. അത് സേവകരായി നിൽക്കുന്ന ആളുകൾ തന്നെ വേണം അതൊക്കെ ചെയ്യാൻ. അപ്പൊ ഈ ആളുകൾ യഥാർത്ഥത്തില് ഈ വിഗ്രഹങ്ങളുടെ അവർ ആലിഹത്തായിട്ട് കരുതുന്നവയുടെ ദാസ്യവേലയിലാണ് കഴിയുന്നത്. യഥാർത്ഥത്തില് ആ വിഗ്രഹത്തിന് യാതൊരു കഴിവുമില്ല. അവയെ വിഗ്രഹമായിട്ട് അവരുടെ ആരാധ്യന്മാരായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അവര് തങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണല്ലോ. പക്ഷെ സ്വന്തം കാര്യത്തിൽ പോലും ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത, തീർത്തും നിസ്സഹായരായ പ്രതിഭാസങ്ങളാണ് ഇവര് ഈ ആലിഹത്തുകളായിട്ട് കൊണ്ടു നടക്കുന്നവര് എന്നതാണ് വസ്തുത. ഈ കാര്യമാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും യുക്തിഭദ്രമായ, ഏറ്റവും ദൈക്ഷണികമായ അടിത്തറയുള്ള വിധത്തില്
പ്രവാചകരെ താങ്കൾ ഇവരുടെ മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ബോധ്യപ്പെടാൻ ഈ ഉദാഹരണങ്ങളൊക്കെ ധാരാളം മതി. വന്യമൃഗങ്ങളും അതുപോലെ ഈ ഡൊമസ്റ്റിക് ആനിമൽസും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞപ്പോ തന്നെ സൃഷ്ടാവായ റബ്ബിന്റെ മഹത്വം അവർക്ക് മനസ്സിലാവും. സ്വദേശപരമായ കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം മുഴുവനും തന്നെയും എന്നത് അവർക്ക് ബോധ്യപ്പെടും. അതില് ഈ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾക്കോ ആൾദൈവങ്ങൾക്കോ അല്ലെങ്കിൽ ദിവ്യത്വം ആരോപിക്കപ്പെടുന്ന ചരിത്ര കഥാപാത്രങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു പങ്കുമില്ല എന്ന വസ്തുതയും അവർക്ക് ബോധ്യപ്പെടും. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനുള്ള സന്നദ്ധത ഇവർ കാണിക്കുന്നില്ല. മറിച്ച് വളരെ മൂഢമായ വിധത്തില് ചില ആലിഹത്തുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവയെ സ്വീകരിച്ച് അവ ഞങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയില് അവർക്ക് സേവനം ചെയ്തുകൊണ്ട് കഴിയുകയാണ് ഈ ആളുകൾ. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴ് നിലവിൽ അവര് പിന്തുടർന്നു വരുന്ന കാര്യം. ലാ യസ്തത്തിയൂന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. ഈ ആലിഹത്തുകൾക്ക് അവരെ സഹായിക്കാൻ കഴിയില്ല. മാത്രമല്ല ഇവര് എപ്പോഴും അവരുടെ സേവനത്തിനായിട്ട് സന്നദ്ധ ഭടന്മാരായിട്ട് അങ്ങനെ ഉണ്ടാകുകയും വേണം. ഇതാണ് വളരെ അപഹാസ്യമായ ഒരു ചിത്രം അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇനി തുടർന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഫലാ യഹ്സുൻക ഖൗലുഹും. അതുകൊണ്ട് പ്രവാചകരെ അവരുടെ ഈ വർത്തമാനങ്ങൾ ഉണ്ടല്ലോ, താങ്കളുടെ ദൗത്യ നിർവഹണത്തെ പരിഹസിച്ചുകൊണ്ടും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടും ഒക്കെ അവര് നടത്തുന്ന ഈ സംസാരം, അത് താങ്കളെ വിഷമിപ്പിക്കരുത്. അവര് അത് തള്ളിക്കളഞ്ഞുകൊണ്ടും അതിനെ വില കുറച്ച് കണ്ടുകൊണ്ടും ഒക്കെ സംസാരിച്ചു എന്ന് വരും. പക്ഷെ ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ സംസാരം താങ്കളെ വിഷമിപ്പിക്കാൻ പാടില്ല. താങ്കൾ അതിന്റെ പേരിൽ കുണ്ഠിതപ്പെടരുത് എന്നാണ് അള്ളാഹുവിടെ ആവശ്യപ്പെടുന്നത്. ഇന്നാ നഅലമു, കാരണം എന്താണ്? ഇന്നാ നഅലമു, നിശ്ചയമായിട്ടും നാം അറിയുന്നുണ്ട്, മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവര് രഹസ്യമായി നിർവഹിക്കുന്ന കാര്യങ്ങളും വമാ യുഅ്ലിനൂൻ, അവര് പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. അവര് വെളിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളും രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാം അറിയുന്നുണ്ട്. അവരെല്ലാവരും കാണെ പ്രത്യക്ഷത്തിൽ വന്ന് പൂജ നടത്തുന്നത് നാം കാണുന്നുണ്ട്. അവര് സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതും നാം കാണുന്നുണ്ട് എന്നതാണ് വേറൊരു നിലക്ക് പറഞ്ഞാൽ നമുക്ക് അതിനെ പരാമർശിച്ചുകൊണ്ട് പറയാൻ പറ്റുക. എന്തായാലും ഈ ആലിഹത്തുകളുടെ കാര്യത്തില് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന രഹസ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നാം അറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ, താങ്കളുടെ നടപടി ഫലപ്രദമായില്ല, ഈ ആളുകൾക്ക് അതിന്റെ പ്രയോജനം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവര് അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരായില്ല, അവരതിനെ പരിഹസിച്ചുകൊണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ടും സംസാരിക്കുന്നു എന്നതൊന്നും താങ്കളെ മനപ്രയാസമുള്ള ആളാക്കി മാറ്റരുത്. താങ്കൾ ദൗത്യം തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിന് നന്നായിട്ട് അറിയാം താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായ കാര്യമാണ്, അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്. അതിനേറ്റവും ഒന്നാമനായി തന്നെയുള്ള സാക്ഷി അള്ളാഹുവാണ്. ഈ കാര്യം അള്ളാഹു വേറെ പലയിടങ്ങളിലും വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ആ ദൗത്യം തികവാർന്ന വിധത്തില് പൂർണ്ണതയോടുകൂടി അദ്ദേഹം നിർവഹിക്കുന്നു എന്നതിനുള്ള സാക്ഷിയായിട്ട് ഒന്നാമനായിട്ടുള്ളത് അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് ഈ ആളുകള് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ താങ്കളെ തള്ളിക്കളയുന്ന വിധത്തിലോ പരിഹസിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ വില കുറച്ച് കാണുന്ന വിധത്തിലോ സംസാരിക്കുന്നുവെങ്കിൽ അത് അങ്ങ് മനസ്സിലേക്ക് എടുക്കണ്ട. അതിന്റെ പേരിൽ വലിയ വിഷമം അനുഭവിക്കുന്ന ആളായി മാറണ്ട. കാരണം രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളൊക്കെയും അറിയുന്നവനാണ് താങ്കളുടെ റബ്ബ്. താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ഉന്നതമായ മഹത്തരമായ ദൗത്യമാണ് എന്നത് അള്ളാഹുവിന് അറിയാം. അവര് അതിനെ വില കുറച്ച് കാണുകയും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ധിക്കാരപൂർവം താങ്കളെ പരിഹസിക്കുന്ന വിധത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അവരുടെ അവരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്, അവര് യഥാർത്ഥത്തില്
കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തുടങ്ങിയ സംഗതികളൊക്കെ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഈ അവരുടെ പ്രതികരണങ്ങളുടെ പേരിൽ തങ്ങള് വിഷമുള്ളവനായി മാറണം. കാരണം ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രതികരണങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാർത്ഥതയുടെ ഒരു ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ പലയിടങ്ങളിലും അള്ളാഹു ഈ വിഷയം പരാമർശിക്കുന്നുണ്ട്. ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം എന്ന് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പുറകെ നടന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് തങ്ങളെ സ്വയം നശിപ്പിക്കുന്ന വിധത്തിൽ വരെ എത്തിപ്പോവുകയാണ് എന്ന നിലക്ക് അള്ളാഹു പരാമർശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ മാനസികവും ശാരീരികവുമായിട്ടൊക്കെ തന്നെ വലിയ പ്രയാസവും ക്ഷീണവും അതുപോലെ ദ്രോഹവും ഒക്കെ വരുത്തുന്ന ഒരളവോളം അതില് പേഴ്സണലി ഇൻവോൾവ്ഡ് ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അതിലുള്ള 100% അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ അത് ഈ കാര്യത്തില് ഒരു പരിധിയിലപ്പുറത്തേക്ക് അതിൽ വിഷമം കാണിക്കരുത്, വിഷമമുള്ള ആളായി മാറരുത്. താങ്കൾ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ വിധത്തിൽ തന്നെയാണ്. അതിന് അവര് നടത്തുന്ന രഹസ്യവും പരസ്യവുമായ പ്രതികരണങ്ങൾ അത് അള്ളാഹുവിന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. താങ്കൾ അവരോട് ഓരോ കാര്യം പറയുമ്പോഴും അവര് എന്താണ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത്, എന്ത് നടപടിയാണ് അവർ അതിനെ തുടർന്ന് സ്വീകരിക്കുന്നത് എന്നതൊക്കെ അള്ളാഹുവിന് അറിയാലോ. അതുകൊണ്ട് സാക്ഷിയായിട്ട് ഹാജരാക്കപ്പെടുന്ന ഒരു ഘട്ടത്തില് ഈ ആളുകളെയും അള്ളാഹു സാക്ഷികളായിട്ട് സാക്ഷി വിസ്താരത്തിനായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കുന്ന ആ സന്ദർഭത്തില് ഇവർക്ക് ആർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അവരെ അറിയിച്ചില്ല, അവരോട് പറഞ്ഞില്ല, അവർക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ള വിധത്തിൽ പറയാൻ കഴിയില്ല. കാരണം അവരുടെ ശരീരാവയവങ്ങളൊക്കെയും തന്നെ അവർക്കെതിരിൽ സാക്ഷ്യം പറയുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും അവര് വിചാരണ ചെയ്യപ്പെടുന്നുണ്ടാവുക. അതുകൊണ്ട് പരിധി വിട്ട് പ്രവാചകരെ താങ്കൾ ഇക്കാര്യത്തില് വിഷമമുള്ളവനാവരുത്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവര് രഹസ്യമാക്കി വെക്കുന്നതും അവര് പരസ്യമായി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും നാം അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ടും പരോക്ഷമായിട്ട് ഈ അനുവാചക സമൂഹത്തെ താക്കീത് ചെയ്തുകൊണ്ടും പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സൂറത്ത് യാസീനിലെ 76 ആയത്ത് വരെ ആണ് ഇപ്പോ എത്തിയിട്ടുള്ളത്. ഏതാനും ആയത്തുകൾ കൂടി ഈ സൂറത്തിൽ ബാക്കിയുണ്ട്. ഒരുപക്ഷെ 1-2 ദിവസങ്ങൾക്കുള്ളിലായിട്ട് നമുക്ക് ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കും. സൂറത്ത് യാസീനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിലോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇൻഷാ അല്ലാഹ് സൂറത്തിന്റെ പഠനം പൂർത്തിയായതിനു ശേഷം ആ ചോദ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് 1-2 ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.